ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്തായാലും ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാം. കുറച്ച് നാളായല്ലോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുന്നത്, ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇന്ന് കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. വിക്കിക്ക് ഇന്ന് ഒരു ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം കിച്ചണിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇന്ന് എന്തായാലും ആപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ അതേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, നമ്മുടെ ഇനി ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും ഇല്ല, നമുക്ക് എല്ലാം തീർന്നു. അപ്പോൾ പിന്നെ ഇതെല്ലാം ഒന്ന് അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റുമെന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റുമെന്നല്ല, ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഡിസംബറിലാണ് ഇനിയിപ്പോൾ എന്തായാലും ഒരു പിറന്നാൾ വീക്കിൻ്റെ ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ ഇനി ഹാപ്പി ബർത്ത്ഡേ സംഭവങ്ങളൊക്കെ വേണ്ടു, ബലൂണെല്ലാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി പെട്ടിയിലാക്കി വെക്കണം. ഒരു ബോക്സേ ഉണ്ട്, ഹാപ്പി ബർത്ത്ഡേ ബോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു പണിയുണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് ക്ലിപ്പിങ്സ് കാണാം. കുറച്ചൊന്നുമില്ല, ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. വലുതായിട്ടൊന്നും ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനടുത്ത് എന്തായാലും ഇതും കൂടെ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇത് തനിയായിട്ട് ഇടാൻ എന്തായാലും ഇല്ല. അപ്പം പിന്നെ ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പിറന്നാളൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇനി. അപ്പോൾ വീക്കിൻ്റെ ആണല്ലോ, ഇനി അടുത്തത് വരുന്നത് ഡിസംബറിലാണ്. അപ്പം ഇതാണ് അവസാനത്തെ പിറന്നാൾ. ഞങ്ങളുടെ 3 പേരുടെയും കഴിഞ്ഞു. കേക്ക് ചീസ് കേക്കാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര കട്ടിയായിരുന്നേ, കട്ട് ചെയ്യാൻ പറ്റണില്ലായിരുന്നു. ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ കത്തി കൊണ്ട് ചെയ്തിട്ട് പറ്റാണ്ട് സാധാരണ വേറെ കത്തി കൊണ്ടൊക്കെയാണ് മുറിച്ചത്. അപ്പോൾ അങ്ങനെ കുഞ്ഞതായിട്ടുള്ള സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആപ്പത്തിനുള്ള മാവ് നമ്മൾ അവനിലാണല്ലോ വെക്കുന്നത്. തണുപ്പൊന്നും അധികം അങ്ങനെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ അവനിൽ ലൈറ്റ് ഇട്ടിട്ട് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പുളിപ്പിച്ചെടുക്കുക മിക്കപ്പോഴും ഒക്കെ. അപ്പോൾ അതേ മാവൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആപ്പത്തിനുള്ള കറി ആദ്യം ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഭവം ഉരുളക്കിഴങ്ങിൻ്റെ റോസ്റ്റാണ്. പക്ഷെ ഞാനിതൊരു വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം ഉരുളക്കിഴങ്ങിനെ വറുത്തെടുത്തിട്ട് പിന്നെയാണ് ഇങ്ങനെ നമ്മൾ സാധാരണ കറി പോലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെളിച്ചെണ്ണയിലോട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചതിന് ശേഷം അതിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര ഇടണുള്ളൂ, വേറെ ഒന്നും ഇടണില്ല. ഈ ഒരു 3 പൊടികൾ ഇട്ടിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് വെന്തും കിട്ടും, അതുപോലെ തന്നെ റോസ്റ്റ് ആയിക്കോളും. അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയതുപോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടാവണം. ഇല്ലെന്ന് വെച്ചാൽ കറിയിലാവുമ്പോൾ പിന്നെ വീണ്ടും അതിനകത്തിട്ട് തിളപ്പിക്കുമ്പോൾ ലേറ്റ് ആവും. ഇത് വറുത്ത് ഇങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് ഇങ്ങനെ വറുക്കണോണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി അതേ പാനിലോട്ട് നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾക്കിനി കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സവാള വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചിയും പച്ചമുളകൊന്നും ചതച്ചിങ്ങനെ പേസ്റ്റ് ആക്കണില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിതുപോലെ അരിഞ്ഞെടുത്തിട്ട് അവസാനം നമ്മൾക്കിതൊന്ന് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി ഇടണുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് ശേഷം പിന്നെ മുളക് പൊടി വേണം, അത് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടെ ഇടുക. ഇനി ഇതിലോട്ട് നമ്മൾക്ക് കുരുമുളകിൻ്റെ പൊടി ഇടണം, അതുപോലെ തന്നെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഇടുക. അത്രേ വേണ്ടൂ. അതിന് ശേഷം നമ്മൾക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എണ്ണ ഇച്ചിരി കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ രണ്ടാമത് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയി പോലെ തോന്നി. അപ്പം ഇനി നമ്മൾക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കറിവേപ്പില, ഇതാണ് അവസാനത്തെ ഒരു കറിവേപ്പിലയാണ്. ശരിക്കും കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. കറിവേപ്പിലൊക്കെ നിറയെ ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിപ്പം തിക്നെസ് നമ്മൾക്ക് എത്ര വേണം, ഗ്രേവി ഒരുപാട് ലൂസായിട്ടിരിക്കുന്ന ഗ്രേവി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കേണ്ട. ഇത് ഞാനിപ്പം ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പം ഉരുളക്കിഴങ്ങ് വറുത്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങിൻ്റെ
റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിൽ പുളിപ്പ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തക്കാളി വേണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധാരണ റോസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പം ഉള്ളി മാത്രം ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് തക്കാളി ഇടണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ആപ്പം ഉണ്ടാക്കാം. പിന്നെ ഞാനിപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾക്ക് ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ദോശ പാനിൽ വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഉണ്ടാക്കണ്ടേ. ഇതിപ്പം പൂവിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയതാണ്. ഏട്ടന് ഇങ്ങനത്തെയാണ് ഇഷ്ടം, ക്രിസ്പി ആയിട്ട് സൈഡിലൊക്കെ. ഏട്ടനും വിക്കിക്കും ഇങ്ങനത്തെയാണ് ഇഷ്ടം. അതുകൊണ്ട് 2 രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ കഴിക്കുന്നത് എനിക്ക് മറ്റേ തിക്കായിട്ടുള്ള അപ്പം ഉണ്ടല്ലോ, അതെ ഇതുപോലത്തെ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ശരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ റോസ്റ്റ് ഉണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് ഉണ്ടാവുക. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ റോസ്റ്റും ട്രൈ ചെയ്തൊന്ന് നോക്കണേ. ഉരുളക്കിഴങ്ങ് വറുത്തിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ് പരിപാടികൾ. ക്ലീനിങ് എന്ന് പറയുമ്പോൾ പിറന്നാളൊക്കെ കഴിഞ്ഞു, അവസാനത്തെ പിറന്നാളായിരുന്നു എൻ്റേത്. അതിനുശേഷം ഇനിയിപ്പം പിറന്നാളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി പെട്ടിയിലാക്കി വെക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു പെട്ടിക്കകത്താണ് ആക്കി വെക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ കവർ ചെയ്യാൻ, ഗിഫ്റ്റൊക്കെ കവർ ചെയ്യാനുള്ള സാധനങ്ങളും അതുപോലെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കൈപ്പക്കയുടെ തീയലാണ്. തീയലിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഉള്ളിത്തീയലിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ നമ്മളൊന്ന് ഫ്രൈ ചെയ്യുകയാണ്, നീളത്തിൽ ഫ്രൈ ചെയ്യുമല്ലോ, അങ്ങനെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. നാടൻ പച്ച കളറിലുള്ള വഴുതനങ്ങ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ പിന്നെ പച്ച കളറിലൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇതിനിങ്ങനെ നീളത്തിൽ മുറിച്ചതിന് ശേഷം വറുത്തെടുക്കലാണ്. പിന്നെ നമ്മൾക്കൊരു ക്യാബേജ് തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തീയലും, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. അപ്പോൾ ആദ്യം വഴുതനങ്ങനെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത്ര ഇട്ടാൽ മതി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ തീയൽ ഉണ്ടാക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം കുഞ്ഞുള്ളി ഇടുക. കുഞ്ഞുള്ളി ഫ്രോസൺ കുഞ്ഞുള്ളി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇത് നമ്മൾക്കൊന്ന് വതക്കിയെടുക്കണം. പിന്നെ ഞാൻ തേങ്ങ നന്നായിട്ട് ഇതുപോലെ വറുത്ത് അതിന് ശേഷം മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രം ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത്. ബാക്കി പൊടികളൊക്കെ ഞാൻ ഇതിനകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മൾക്ക് കൈപ്പയ്ക്ക ഇടണം. കൈപ്പയ്ക്കയും കൂടെ ഇട്ടിട്ട് ഉള്ളിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കൈപ്പയ്ക്കും ഫ്രോസൺ ആണ്. ഞാനിത് പക്ഷേ ഫ്രഷായിട്ട് വാങ്ങിയിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് മേളിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനിയിപ്പം കൈപ്പയ്ക്ക വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇങ്ങനെ ഫ്രൈ ആക്കി കിടന്ന് വേവിച്ചെടുക്കാം. നമ്മൾക്ക് എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു 3/4 വേവായാലും കൂടെ മതി. അതിനുശേഷം നമ്മൾക്ക് പിന്നെ പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഇരുന്നിട്ട് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്കിനി ക്യാബേജിൻ്റെ തോരൻ ഉണ്ടാക്കാം. ക്യാബേജിൻ്റെ തോരൻ സിമ്പിളായിട്ട് തേങ്ങ ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. കടുക് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് കുഞ്ഞുള്ളിയും കൂടെ ചേർക്കുക. കുഞ്ഞുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടിയിട്ട് ചേർക്കുക. പിന്നെ ഉപ്പും ചേർക്കുക. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയായി കിട്ടും ക്യാബേജ്. വേറെ ഒന്നും പണിയൊന്നുമില്ല. തേങ്ങ ഞാൻ ഇട്ടിട്ടില്ല ഇതിലോട്ട്. സിമ്പിളായിട്ടുള്ള ക്യാബേജ് ഉപ്പേരിയാണ്. ഇതിപ്പം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടിക്കോളും. ക്യാബേജ് ഒരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കൈപ്പയ്ക്കും നന്നായിട്ട് ഇങ്ങനെ വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കണം. പുളിവെള്ളത്തിൽ കിടന്നൊരു 5 മിനിറ്റൊക്കെ തിളച്ചാലും കുഴപ്പമില്ല. കാരണം അപ്പോൾ ആ ഒരു കൈപ്പയ്ക്കയുടെ കയ്പ്പ് രസമൊക്കെ ഒന്ന് മാറിക്കിട്ടും.
അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമ്മൾക്ക് ഈ അരപ്പുണ്ടല്ലോ, അതെ അരപ്പ് ഇതിലോട്ട് ചേർക്കണം. അരപ്പിൽ ഒരിക്കലും നമ്മൾ വെള്ളം ചേർക്കാൻ പറ്റില്ല തീയൽ ഉണ്ടാക്കുമ്പോൾ, എന്നാലേ കറക്റ്റ് ആ തീയലിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇവിടുത്തെ തേങ്ങയുടെ ആയതുകൊണ്ടാണ് അധികം എണ്ണയൊന്നും ഇല്ലാത്തത്. തേങ്ങയിൽ നമ്മൾ ഫ്രോസൺ തേങ്ങയാണല്ലോ വാങ്ങിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് എണ്ണയുള്ളൂ, എന്നാലും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ദേ ഇനിയിപ്പം തീയലൊന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണേ, എന്നാലേ നല്ല ഒരു കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇവിടെ ഇച്ചിരി നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. നമ്മൾ പുളി ഒഴിച്ചതുകൊണ്ട് കുറച്ച് ഉപ്പിന് വ്യത്യാസം വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതേ തീയലും റെഡിയായി. ഇനി അവസാനമായിട്ട് നമ്മൾക്ക് ഈ ഒരു വഴുതിനിങ്ങയും കൂടിയിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പം വഴുതിനിങ്ങ ഇതുപോലെ വറുത്ത് 2 സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. എന്തായാലും ലഞ്ചിനുള്ള എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ നമ്മൾക്കിത് ഒലീവ് ഉപ്പിലിട്ടതുണ്ട്. മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കഴിഞ്ഞു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ കഴിയാനൊരു എത്ര വലിയ സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ തീർന്നു. ചുമ്മാ തന്നെ ഞാൻ കഴിക്കുമായിരുന്നേ. അതിനുശേഷം പിന്നെ അപ്പം എന്താ ഒലീവ് ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിവിടെ പിന്നെ കിട്ടും, ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഒലീവ് അതുപോലെ വെള്ളിരിക്ക അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ വഴുതിനയും ക്യാബേജും പിന്നെന്താ തീയലും. കയ്പ്പയ്ക്ക തീയലെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. കയ്പ്പയ്ക്ക ഇഷ്ടമുള്ളവർക്ക് എന്തായാലും തീയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈ ഒരു ലഞ്ച് കോമ്പിനേഷൻ എന്ന് പറയണത്. ഇനിയിപ്പോൾ നമ്മുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ പാത്രം കഴുകൽ പരിപാടിയാണ്. ഇതിപ്പം രാവിലത്തെയും ഉച്ചക്കലത്തെയും 2 സമയത്തെയും ഉണ്ട്. ഞാൻ ഈ ഒതുക്കി വയ്ക്കലും എല്ലാ കാര്യങ്ങളൊക്കെ ആയപ്പം പിന്നെ ഒരുമിച്ചങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. വിക്കിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക, അവൻ്റെ വർക്കൊക്കെ ചെയ്യിക്കണമല്ലോ. ക്ലാസ് അധികം ഇല്ലെങ്കിലും അതുപോലെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിക്കലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരത്തേക്ക് അപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ ബ്രൗൺ കളറിലിരിക്കുന്നത് ബ്രൗൺ പഞ്ചസാര ഇട്ടതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾക്ക് കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് പൊടികൾ ഇടുമായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ചുക്ക് പൊടി, അതുപോലെ ഏലക്ക, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഇത് 3 ഇട്ടിട്ടുള്ളൂ. പഞ്ചസാരയും എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്കിതൊന്ന് ആവി വെച്ചെടുക്കണം. ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് ബാക്കി വരുമ്പോൾ ഇങ്ങനെ മിക്ക സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവിടെ വീട്ടിലൊക്കെ അമ്മയും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇഡ്ഡലിയുടെ മാവിലും ഇതുപോലെ വെല്ലമൊക്കെ ചേർത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ, നമ്മൾക്ക് എങ്ങനെയായാലും ബാക്കി വന്ന മാവാണ്. അപ്പം ഒരു 5 മിനിറ്റ് ആവി വെച്ചാൽ മതി, അപ്പോഴത്തേക്കും റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വൈകുന്നേരത്തേക്ക് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഇന്നത്തെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വ്ളോഗും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടം വരെ കണ്ടതിൽ. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.